ഏകദേശം 2 വർഷമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 1 വർഷം മുന്നേ തന്നെ നമ്മളെ ഭാരത് മൊബിലിറ്റി ഷോയിൽ കാണിച്ച MGയുടെ മജസ്റ്റർ എന്ന് പറഞ്ഞ D+ സെഗ്മെന്റ് SUV ഫൈനലി ഇവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് അണ്ടർവെൽമിംഗ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ D+ സെഗ്മെന്റ് SUV ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർച്യൂണറിനേക്കാൾ വലുതാണ്. 5 മീറ്റർ ലെങ്ത്തും 2 മീറ്റർ വീതിയും ഏകദേശം 3 മീറ്ററിനടുത്ത് തന്നെ വീൽ ബേസും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല മാച്ചോ ബൾക്കി ആയിട്ടുള്ള ഒരു ലുക്കാണ്. ലാഡർ ഫ്രെയിം ഷാസിയിൽ തന്നെയാണ് വരുന്നത്. 4x4 ഉണ്ട്. അതിൽ തന്നെ നമുക്ക് 3 ഡിഫറൻഷ്യൽ ലോക്കും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ 10 ടെറൈൻ മോഡ്സ് ഒക്കെ അതിനും കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ ക്വാളിറ്റിയും ഈ വണ്ടിയുടെ വളരെ നല്ലതാണ്. ഗ്ലോസ്റ്ററിന് നല്ലതായിരുന്നു. ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് 360 ക്യാമറ, അതുപോലെ ട്രിപ്പിൾ സോൺ ഓട്ടോ AC വരുന്നുണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അങ്ങനെ പറയേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 ADAS ഉണ്ട്, പാനോറാമിക് സൺറൂഫ് ഉണ്ട്, പിന്നെ വയർലെസ് ചാർജിങ്, അതുപോലെ 12.3 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെയാണ് വരുന്നത്. ഡ്രൈവർ സീറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 12 രീതിയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റിംഗ് ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, അതുപോലെ മസാജ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, മെമ്മറി ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി അതിന് പുറമെ നമ്മുടെ സെക്കൻഡ് റോ സീറ്റ്സ് ആണെങ്കിലും ക്യാപ്റ്റൻ സീറ്റ്സും കിട്ടും, അതുപോലെ ഫുൾ ബെഞ്ച് ടൈപ്പ് സീറ്റ്സും കിട്ടും. അത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. തേർഡ് റോ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. എഞ്ചിൻ പഴയ സെയിം 2 ലിറ്റർ ബൈ ടർബോ ഡീസൽ തന്നെയാണ്. 215 PS 478 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴും ഈ വണ്ടിയുടെ പ്രൈസ് പറഞ്ഞിട്ടില്ല. അത് പറയാൻ ഏപ്രിൽ ആവും, അതുപോലെ ഡെലിവറി കൊടുത്തു തുടങ്ങാൻ മെയ് ആവും. ഇത്രയും ലേറ്റ് ആയിട്ട് വണ്ടി ലോഞ്ച് ചെയ്താൽ ഈ സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് പ്രൈസെങ്കിലും പറയായിരുന്നു.